ഹലോ, ഇന്ന് നമ്മൾ UV ഡോഗ് സൺസ്ക്രീനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. UV ഡോഗ് സൺസ്ക്രീൻ ആൻറ്റി ഹൈഡ്രസ് ആണ്, അതായത് ഇതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല. UV ഡോഗ് സൺസ്ക്രീൻ 3 കാറ്റഗറൈസ് ആയിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് UV ഡോഗ് സിലിക്കൺ സൺസ്ക്രീൻ, UV ഡോഗ്സ് ബ്ലൂ ലൈറ്റ് ആൻഡ് UV ഡോഗ്സ് ലോഷൻ. UV ഡോഗ് സൺസ്ക്രീൻ്റെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ആയിട്ട് വരുന്നത് SPF 50 PA3+ ആണ്. ഇതൊരു ടിൻഡഡ് സൺസ്ക്രീനുമാണ്. SPF 50+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% UV റേഡിയേഷൻ നമ്മുടെ സ്കിന്നിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. ബാക്കി 2% എന്തായാലും നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ്ഡ് ആവും. കാരണം ഒരു സൺസ്ക്രീനും 100% ബ്ലോക്ക് നമ്മൾ UV റേസിൽ നിന്ന് സ്കിന്നിൽ തരുന്നതല്ല. UV ഡോഗ് സൺസ്ക്രീൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇത് നോൺ ആക്നിജനിക് ആണ്, ഹൈപ്പോ അലർജിക് ആണ്, ഫോട്ടോ സ്റ്റേബിൾ ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഫോട്ടോ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UV റേസിൻ്റെ റേഡിയേഷൻ നമ്മളെ ഫേസിലോട്ട്, നമ്മളെ സ്കിന്നിലോട്ട് അബ്സോർബ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ ഇത് സഹായിക്കും. UV ഡോഗ് സൺസ്ക്രീൻ്റെ മറ്റൊരു ഇന്നോവേറ്റബിൾ പ്രോപ്പർട്ടിയാണ് ഇത് ആൻഹൈഡ്രസ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്ടർ ഫ്രീ റിയേജൻസും ടെക്നിക്കും യൂസ് ചെയ്തിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. UV ഡോഗ്സ് ബ്ലൂ ലൈറ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കും ബ്ലൂ ലൈറ്റ് എമിഷൻസിൽ നിന്നും ഇത് ഒരു പരിധി വരെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. UV ഡോഗ്സ് ക്ലീൻ ഫോർമുലേഷൻ ആയിട്ട് വരുന്നത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, സിന്തറ്റിക് ഡൈ ഫ്രീ ആണ്. പാരബൻ ഫ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. മിനറൽ ഓയിൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ ഓയിൽസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യാറുള്ളൂ. ഫോർ എക്സാമ്പിൾ ജോജോബ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ സൾഫേറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. UV ഡോഗ് സൺസ്ക്രീൻ ഒരു ടിൻഡഡ് സൺസ്ക്രീൻ ആയത് കാരണം ഇത് നമുക്കൊരു ഫൗണ്ടേഷൻ പ്രോപ്പർട്ടി തരുന്നുണ്ട്. അതായത് നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് പോലെയും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ബിഫോർ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയറും നമുക്ക് മാൻഡേറ്ററി ആണ്. കാരണം സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം സൺസ്ക്രീൻ, സൺ പ്രൊട്ടക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. UV ഡോഗ് സൺസ്ക്രീൻ നല്ലൊരു പ്രൊട്ടക്റ്റീവ് സൺസ്ക്രീനാണ്. ഔട്ട്ഡോർ UV റേസിനും ഇൻഡോർ ബ്ലൂ ലൈറ്റിൽ നിന്നും നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺസ്ക്രീൻ്റെ ടെക്സ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു ടിൻഡഡ് സൺസ്ക്രീൻ ആയത് കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നിലോട്ട് അബ്സോർബ്ഡ് ആവാനും നമ്മളെ സ്കിന്ന് ഒരു 1 to 2 ഷെയ്ഡ് അപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. മേക്കപ്പ് ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മളെ സ്കിന്നിൽ എത്രമാത്രം ഹാംഫുൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് എത്ര വലിയ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും ഒരു പരിധി വരെ ഡെയിലി നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹാംഫുൾ എഫക്ട്സ് നമ്മളെ സ്കിന്നിൽ കാണിക്കും. ഈ മെഡിക്കേറ്റഡ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മളെ സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടായിട്ട് ഇത് കൊണ്ടു നടക്കാനും സാധിക്കും. വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ബൈ.